ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക കേരള സഭയിൽ ഉൾപ്പെടെ പ്രവാസി കേരളീയർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിലാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വൈദ്യുതി ചാർജ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുതി ഭവന് മുന്നിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പ്രതിഷേധം. രൂക്ഷമായ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ബിജെപി നടക്കാവ് മണ്ഡലം കമ്മിറ്റി ജനകീയ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും സഹകരണ മേഖലയിലെ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ലോക കേരള സഭയിൽ ഉൾപ്പെടെ പ്രവാസി കേരളീയർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിലാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർക്ക റൂട്ട്സും ലോക കേരള സഭയും സംയുക്തമായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം കോഴിക്കോട്ട് നടന്നു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യാവസായിക രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ ഇറക്കാൻ പ്രവാസികൾ മുന്നോട്ടു വരണമെന്ന് മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയുമായി സംസ്ഥാന സർക്കാർ കൂടെയുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നും അവർ നേടിയ മികച്ച അനുഭവങ്ങളും നൈപുണ്യവും ഈ മേഖലയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രവാസികളുമായി ബന്ധപ്പെട്ട ധാരാളം നിയമനിർമ്മാണങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് നടത്തി വരികയാണ്. ഇപ്പം വളരെ നിരവധി പ്രശ്നങ്ങളിൽ ഉള്ള ചില നിയമനിർമ്മാണങ്ങളുടെ ആവശ്യം ഇതനുസരിച്ച് ആ നിയമനിർമ്മാണങ്ങൾ ഗവൺമെന്റ് പരിഗണനയിലാണ്. എനിക്ക് തോന്നുന്നു അടുത്ത 2 സഭയ്ക്കുള്ളിൽ തന്നെ ആ പ്രവാസികൾ ഉന്നയിക്കുന്ന ആ നിയമനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനാണ്, ആ ബില്ലുകൾ പൂർത്തീകരിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. ഈ അടുത്ത 2 സഭകളോട് കൂടി തന്നെ അത് പൂർണ്ണമായും അത് വരും. ലോക കേരള സഭയിൽ ഉന്നയിച്ച 1-2 കാര്യങ്ങൾ അത് പിന്നെ നല്ല രീതിയിൽ തന്നെ ഗവൺമെന്റ് പൂർത്തീകരിക്കും. നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA, ടൈസൺ മാസ്റ്റർ MLA, നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി, ലോക കേരള സഭ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈദ്യുതി ചാർജ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുതി ഭവന് മുന്നിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. കൺസ്യൂമർ ഫെഡറേഷൻ കേരള സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഗ്രോവാസോ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് പിൻവലിക്കുക, വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുക, കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ സിന്ദാബാദ്, വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കുക. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുതി ഭവന് മുന്നിൽ മണ്ണെണ്ണ വിളക്ക് തെളിയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസോ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വകുപ്പിലെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകുവാനുള്ള സമീപനം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തുറയൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കറിയ പള്ളിക്കണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ പി അബ്ദുൾ മജീദ്, സംസ്ഥാന ഭാരവാഹികളായ ലീല കോമത്തുകര, KP അബ്ദുൽ ലത്തീഫ്, ജില്ലാ ജനറൽ സെക്രട്ടറി BV ആഷിർ, MP മൊയ്തീൻ കോയ, രമ ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രൂക്ഷമായ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ബിജെപി നടക്കാവ് മണ്ഡലം കമ്മിറ്റി ജനകീയ ധർണ നടത്തി. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് KV സുധീർ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് അഡ്വക്കേറ്റ് KV സുധീർ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു.
വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സപ്ലൈകോയെയും സർക്കാർ തകർത്തു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ 808 മാവേലി സ്റ്റോറുകളാണുള്ളത്. 580ഓളം വരുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും. ഈ മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ സൂപ്പർ സ്റ്റോറുകളിലുമായി ഒരു മാസത്തിൽ കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ടവരുടെ ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. കഴിഞ്ഞ 40 വർഷക്കാലമായി കേരളത്തിൽ ഇതുപോലെ പാവപ്പെട്ടവരുടെ ദൈനംദിന ഭക്ഷ്യ ഉപഭോഗത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ധനസഹായത്തോടുകൂടി ഇത്തരത്തിൽ ഭക്ഷ്യ സബ്സിഡി നൽകി വരുന്നുണ്ട്. പ്രതിഷേധ പരിപാടിയിൽ BJP നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് K. ഷൈബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി NP പ്രകാശൻ, വൈസ് പ്രസിഡന്റ് ലതിക ചെറോട്ട്, സെക്രട്ടറിമാരായ മധു കാട്ടുവയൽ, PK മാലിനി, സോഷ്യൽ മീഡിയ കൺവീനർ T. അർജുൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും സഹകരണ മേഖലയിലെ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയ്മെന്റ് ഓർഗനൈസേഷൻ. സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് കൂടുതലായിട്ടും കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. അവിടെ അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനമായ കർത്തവ്യം. അപ്പൊ അതോടൊപ്പം ഞങ്ങൾക്ക് സഹകരണ നിയമപ്രകാരം സെക്ഷൻ 80 അനുസരിച്ച് ഞങ്ങളുടെ സേവന വേതന വ്യവസ്ഥ കൃത്യമായി അതിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് യഥാസമയം കിട്ടണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഞങ്ങൾ പെൻഷൻ ബോർഡ് രൂപീകരിച്ച് ഞങ്ങളെയൊക്കെ അംഗങ്ങളാക്കിയിട്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ യഥാസമയം ലഭ്യമാകുന്ന ശമ്പള പരിഷ്കരണം ഇപ്പോൾ ഓരോ 5 വർഷവും കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് ഡ്യൂ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശമ്പളത്തിന് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സംസ്ഥാന സമ്മേളനം ഡിസംബർ 21, 22 തീയതികളിൽ CH ഓഡിറ്റോറിയത്തിൽ നടക്കും. P. ഉബൈദുള്ള MLA അധ്യക്ഷതയിൽ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ M. രാമനുണ്ണി സഹകരണ പ്രഭാഷണം നടത്തും. തലമുറ സംഗമവും സംഘടനാ സെഷനും പ്രമേയ സെഷനും സംഘടിപ്പിക്കും. സമാപന സമ്മേളനം ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ജനറൽ സെക്രട്ടറി പൊൻപാറ കോയക്കുട്ടി, വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് അമിയൻ, മുഹമ്മദ് മുസ്തഫ പൊന്നമ്പാറ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട ഡോക്ടർ M. രാമനുണ്ണി അവർ നടത്തുന്ന ഒരു സഹകരണ പ്രഭാഷണം നടത്തുന്ന സെമിനാർ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട സെഷനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 12ാമത് സർഗാലയ അന്താരാഷ്ട്ര കരകൌശലമേള ഡിസംബർ 20 മുതൽ ജനുവരി 6 വരെ സർഗാലയയിൽ നടക്കും. ഉദ്ഘാടനം ഡിസംബർ 22-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഡിസംബർ 20 മുതൽ ജനുവരി 6 വരെ 18 ദിവസങ്ങളിലായിട്ട് വഴിയോടിക്കടുത്തുള്ള ഇരിങ്ങലിലെ സർഗാലയ ക്യാമ്പസിൽ നടക്കുകയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 25ഓളം സംസ്ഥാനങ്ങളിലെ കരകൗശല വിദഗ്ധരും ലോകത്തിലെ 15 രാജ്യങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധരും ഈ മേളക്കായി എത്തുന്നുണ്ട്.
12ാമത് അന്താരാഷ്ട്ര കരകൗശലമേളയ്ക്ക് സർഗാലയ ഒരുങ്ങിയതായി സർഗാലയ സാരഥികൾ അറിയിച്ചു. ഡിസംബർ 20 ആരംഭിച്ച് ജനുവരി 6 അവസാനിക്കുന്ന മേളയിൽ 15 രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. പരമ്പരാഗത സങ്കേതങ്ങൾ ഉപയോഗിച്ചൊരുക്കുന്ന ഹാൻഡ്ലൂം കളരി, സുഗന്ധവ്യഞ്ജനം, മുള, മരത്തടി, കളിമൺ, അറബിക് കാലിഗ്രഫി, തെയ്യഗ്രാമങ്ങൾ എന്നിവ ഇത്തവണത്തെ മേളയുടെ സവിശേഷതയാണെന്നും 20ഓളം സ്റ്റാളുകൾ ഭക്ഷ്യമേളയ്ക്കായി ഒരുക്കുമെന്നും ULCCS ഡയറക്ടർ ഷിജിൻ ടി, സർഗാലയ സീനിയർ മാനേജർ TK രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥിരമായി അവിടെ തൊഴിൽ ചെയ്യുന്ന 100ഓളം കരകൗശല വിദഗ്ധർക്ക് പുറമെയായി 300ഓളം കരകൗശല വിദഗ്ധരാണ് നമ്മുടെ ഈ മേളക്കായിട്ട് എത്തുന്നത്. ഈ മേളയിൽ തന്നെ കൂടുതൽ അമ്യൂസ്മെന്റ് റൈഡുകളും അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം തുടങ്ങിയിട്ടുള്ള വിനോദോപാധികൾ മേളക്കായി നമ്മൾ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSEB ഫറൂഖ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജീവനക്കാരുടെ അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം നടത്തിയത്. ഊർജ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക, പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക തുടങ്ങിയ 8ഓളം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് KSEBയിലെ ജീവനക്കാരുടെ അഖിലേന്ത്യാ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഫറൂഖ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ KEWF AITUC സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K രതീഷ് ഉദ്ഘാടനം ചെയ്തു. WACITU സംസ്ഥാന ഭാരവാഹി CV ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. വിവിധ സംഘടനാ നേതാക്കളായ ET ബ്രിജേഷ്, NE സലീം, K മോഹൻദാസ്, M ഗോപകുമാർ, T ഉണ്ണികൃഷ്ണൻ, KM കരുണാകരൻ, K പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുജ്കോ ബാഡ്മിന്റൺ അക്കാദമിക്ക് കോഴിക്കോട്ട് തുടക്കമാകുന്നു. എല്ലാ പ്രായക്കാർക്കും ബാഡ്മിന്റൺ പരിശീലനം നൽകുകയാണ് ലക്ഷ്യമെന്ന് സാരഥികൾ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ 21, 22 തീയതികളിൽ കോസ്മോസ് ക്ലബിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. അതുകൊണ്ട് ഈ ആശയം ഉദിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ 5 വയസ്സ് മുതലുള്ള 8 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു ക്യാമ്പ്, എങ്ങനെ ബാഡ്മിൻ്റൺ കളിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു പഠന ക്ലാസും അതോടൊപ്പം അക്കാദമി തുടങ്ങാനുള്ള ഉദ്ദേശവുമാണ് നമ്മുടെ ഈ ലക്ഷ്യം. മുജിക്കോ ബാഡ്മിന്റൺ അക്കാദമി ഡിസംബർ 21 മുതൽ കോഴിക്കോട്ട് പുതിയറയിൽ പ്രവർത്തനം തുടങ്ങും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ 21-നും 22-നും കോസ്മോ ക്ലബിൽ വെച്ച് നടക്കുന്ന ബാഡ്മിന്റൺ മത്സരങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് O രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ക്രിസ്മസ് അവധിക്കാലത്ത് കുട്ടികൾക്കായി 10 ദിവസത്തെ പരിശീലന ക്യാമ്പ് ആരംഭിച്ചതായും കൂടുതൽ വിവരങ്ങൾക്ക് 8921746590 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും സാരഥികളായ PM മുസമ്മിൽ, സൈനബ PP തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 38ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവത്തിന്റെ സോഫ്റ്റ്വെയർ പ്രവർത്തനക്ഷമമായി. ഉദ്ഘാടനം GTech MD മെഹറൂഫ് മണലൊടി നിർവഹിച്ചു. 38ാമത് ചിത്രാഞ്ജലി അഖില കേരള നഴ്സറി കലോത്സവം 2025 ഫെബ്രുവരി 1, 2 തീയതികളിൽ കോഴിക്കോട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ്. ചിന്മയ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടു കൂടിയാണ് ഇപ്രാവശ്യത്തെ ചിത്രാഞ്ജലി കലോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം മുതൽ രജിസ്ട്രേഷൻ അടക്കമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഓൺലൈനായി മാറുകയാണ്. www.chitranjali.net എന്ന വെബ്സൈറ്റിൽ സ്കൂളുകൾക്ക് മത്സരാർത്ഥികളെ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. GTech MD മെഹറൂഫ് മണലൊടി കോഴിക്കോട്ടെ ഹൗസ് ഓഫ് GTechൽ വെച്ച് ചിത്രാഞ്ജലിയുടെ സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചിത്രാഞ്ജലി പ്രസിഡന്റ് KA നൌഷാദ്, ജനറൽ സെക്രട്ടറി K ത്രിദീപ് കുമാർ, ട്രഷറർ TC ബസന്ത്, PRO അനീഷ് MK, മീഡിയ വിഭാഗം കൺവീനർ ബൈജു കക്കോത്ത്, വനിതാ വിഭാഗം കൺവീനർ വഹീദ നൌഷാദ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പ്രശസ്ത എഴുത്തുകാരി ആർ രാജശ്രീയുടെ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിന്റെ മോഹിനിയാട്ട ദൃശ്യാവിഷ്കാരം ഡിസംബർ 31 സൂര്യ ഫെസ്റ്റിവൽ വേദിയിൽ അരങ്ങേറും. മോഹിനിയാട്ടം കലാകാരി പി സുകന്യയും ശിശിരുമാണ് വേദിയിലെത്തുക. 52 അധ്യായങ്ങളുള്ള നോവലാണ്. അതിനെ പ്രത്യേകിച്ചും ഒരു കേരളത്തിന്റെ ശാസ്ത്രീയ നൃത്തരൂപമായ മോഹിനിയാട്ടത്തിന്റെ ഭാഷയിലൂടെ അത് രംഗത്തെത്തിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായിരുന്നു. അതിനെ 4 ഭാഗങ്ങളാക്കി ഒരുപാട് കഥാപാത്രങ്ങളുള്ള നോവലാണ്. അതിൽ മെയിനായിട്ടുള്ള 2 കഥാപാത്രങ്ങളിലേക്ക് കൂടുതലായിട്ട് ഊന്നൽ നൽകി ഈ 2 കഥാപാത്രങ്ങളിലൂടെ ബാക്കിയുള്ള കഥാപാത്രങ്ങളെ അവരുടെ ആ നോവലിലെ റോളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ നൃത്താവിഷ്കാരം മുന്നോട്ട് പോകുന്നത്. കഥകളെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന മോഹിനിയാട്ട കഥ പറച്ചിലിൽ പുത്തൻ കാലത്തെ കഥകളെ രംഗത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രാവണിക അമാൽഗമേഷൻ ഓഫ് ആർട്സ് എന്ന് ഡയറക്ടർ പി സുകന്യ പറഞ്ഞു. ഡിസംബർ 31 സൂര്യ ഫെസ്റ്റിവൽ വേദിയിൽ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിന്റെ മോഹിനിയാട്ട നൃത്താവിഷ്കാരം അരങ്ങേറും. 1 മണിക്കൂറും 30 മിനിറ്റുമാണ് അവതരണത്തിന്റെ ദൈർഘ്യം. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയായ പി സുകന്യയാണ് കല്യാണിയും ദാക്ഷാണിയും എന്ന മോഹിനിയാട്ട നൃത്താവിഷ്കാരത്തിന്റെ കോറിയോഗ്രാഫി നിർവഹിച്ചത്. കല്യാണിയായി പി സുകന്യയും ദാക്ഷാണിയായി ദേവിക എസ് നായരും മറ്റ് കഥാപാത്രങ്ങളായി സൗമ്യ AT, അനാമിക E, ഋതുനന്ദ, സ്നിഷിത, സുനിൽകുമാർ എന്നിവരും വേദിയിലെത്തും. വാർത്താ സമ്മേളനത്തിൽ സുകന്യ, സൗമ്യ, ദീപേഷ് T എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യയിലെ പ്രമുഖ സർക്കസായ അപ്പോളോ സർക്കസ് ഡിസംബർ 20 മുതൽ കോഴിക്കോട്ട് ബീച്ച് മെറൈൻ ഗ്രൗണ്ടിൽ പ്രദർശനം തുടങ്ങും. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം 20-ന് മേയർ ബീന ഫിലിപ്പ് നിർവഹിക്കും. മലയാളി കലാകാരന്മാരുണ്ട്, തലശ്ശേരി കലാകാരന്മാരുണ്ട്, മിസ്റ്റർ രാജൻ ജഗലർ. അത് ഇന്ന് ഞങ്ങളെ കമ്പനിയിലുള്ള ജഗലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് മൂവ്മെന്റിൽ നല്ലൊരു ജഗലിംഗ് ആണ്. ആ പുള്ളി ഓൾറെഡി ഞങ്ങളെടുത്ത് മാത്രമാണ്, വേറൊരു കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യാത്ത ഒരു പോർഷനാണ്. ഞങ്ങളെടുത്ത് മാത്രം കുറേ കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് നല്ല ഒരു കാണാനുള്ള കുട്ടികളെല്ലാം കുറച്ച് അട്രാക്ഷൻ ചെയ്യുന്ന ഒരു നമ്പറാണ് ജഗലിംഗ്. അപ്പോളോ സർക്കസ് കോഴിക്കോട്ട് ആദ്യമായി ഡിസംബർ 20-ന് വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിക്കും. ഡിസംബർ 21 മുതൽ ദിവസേന 3 പ്രദർശനങ്ങൾ നടത്തും. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 4 മണി, രാത്രി 7 മണി എന്നിങ്ങനെയാണ് പ്രദർശന സമയം. 150 രൂപ, 200 രൂപ, 300 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ഉദ്ഘാടന പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, കൗൺസിലർമാരായ KC ശോഭിത, K മൊയ്തീൻ കോയ എന്നിവരും സംബന്ധിക്കുമെന്നും സർക്കസ് സാരഥികളായ ഉമേഷ് M, സനിൽ ജോർജ് എന്നിവർ അറിയിച്ചു. 2 മണിക്കൂർ നല്ലൊരു പെർഫോമൻസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. അനവധി ഹിറ്റ് ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് രഘുകുമാർ. അദ്ദേഹത്തെ കണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഏറെ പരിചയമില്ലെങ്കിലും ആ സംഗീതം മലയാളികൾ മറക്കില്ല. ആ പ്രതിഭയെക്കുറിച്ചാണ് ഇന്നത്തെ സിനിമാ ജാലകത്തിൽ. 1980 മുതൽ സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു രഘുകുമാർ. കോഴിക്കോട്ടെ പ്രശസ്തമായ പൂതേരി തറവാട്ടിൽ 1953 ജൂൺ മാസത്തിൽ ജനിച്ച PK രഘുകുമാർ വർമ്മ എന്ന രഘുകുമാറിന് ചെറുപ്പം മുതൽക്കേ സംഗീതത്തോട് കടുത്ത ആരാധനയായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രശസ്തനായ GS ശ്രീകൃഷ്ണന് കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു.
താളവാദ്യശാഖയിൽ തബലയിൽ ബാലസുബ്രഹ്മണ്യനും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സിത്താറിൽ വിൻസെന്റ് മാഷും ഗുരുക്കന്മാരായി. 16-ാം വയസ്സിൽ തന്നെ താളവാദ്യ മേഖലയിൽ പ്രത്യേകിച്ചും തബലയിൽ അതിപ്രശസ്തനായി. ഒട്ടുമിക്ക സംഗീതജ്ഞരുടെയും പരിപാടികളിൽ പാശ്ചാത്യ ക്ലാസിക് സംഗീത ഉപകരണങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. AERലെ എ ഗ്രേഡ് മ്യൂസിക് കമ്പോസറായി. സിനിമാ സംഗീതത്തിൽ ആകൃഷ്ടനായി മദ്രാസിലെത്തിയ രഘുകുമാർ പ്രശസ്ത സംഗീത സംവിധായകനും കമ്പോസറുമായ RK ശേഖറിന്റെ സഹായിയായും പ്രവർത്തിച്ചു. 1980 മുതൽ സ്വതന്ത്ര സംവിധായകനായ അദ്ദേഹം 30 സിനിമകൾക്ക് സംഗീതം നൽകി. ഒട്ടനവധി ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. ധീര, താളവട്ടം, ചെപ്പ്, ശ്യാമ, ആര്യൻ, മായാമയൂരം തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണങ്ങൾ. പ്രിയദർശന്റെ ഒട്ടേറെ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചു. ലിസ, സർപ്പം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ച ധന്യ ഫിലിംസിൽ പങ്കാളിയായി. തരങ്കിണിക്കുൾപ്പെടെ 18ഓളം ആൽബങ്ങളും ഒരുക്കി. ഒരു തികഞ്ഞ കലാകാരനും അതേസമയം ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് ആളുകളെ ആകർഷിച്ച മികച്ച വ്യക്തിത്വത്തിനും ഉടമയായിരുന്നു കോഴിക്കോട്ടുകാരുടെ രഘുവേട്ടൻ. 60-ാമത്തെ വയസ്സിൽ 2014 ഫെബ്രുവരി 29-ന് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോട് വയനാട്ടിലെ ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുക, സംഭവത്തിൽ സാംസ്കാരിക കേരളം പ്രതിഷേധിക്കുക എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ട് അംബേദ്കർ ജന മഹാപരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിൽ പ്രതിഷേധ ധർണയും സംഗമവും നടത്തി. ധർണ ഡോക്ടർ VN സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. KC പുഷ്പകുമാർ, TV ബാലൻ പുല്ലാളൂർ, CP ഉണ്ണികൃഷ്ണൻ, PP രചിത, MK കുഞ്ഞാവ, തങ്കം പറമ്പിൽ, സുജിത PP, റഫീഖ് പൂക്കാട്, K മുനീർ, റഷീദ് AT എന്നിവർ സംസാരിച്ചു. 68ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ആൺകുട്ടികളുടെ വുഷു അണ്ടർ 19 80 കിലോഗ്രാം മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ +2 കോമേഴ്സ് വിദ്യാർത്ഥി മുഹമ്മദ് അനസിനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണമൊരുക്കിയത്. സ്കൂൾ PTA, SMC കമ്മിറ്റി ഭാരവാഹികളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. PTA പ്രസിഡന്റ് അബ്ദുൾ റഷീദ് RV, SMC ചെയർമാൻ മുഹമ്മദ് കുണ്ടുങ്ങര, അധ്യാപകരായ സഹല ഹബീബ, സുമ, ഡോക്ടർ ഷിജു, രഞ്ജിത്ത്, ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക കേരള സഭയിൽ ഉൾപ്പെടെ പ്രവാസി കേരളീയർ ഉന്നയിച്ച വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിലാണെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. വൈദ്യുതി ചാർജ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുതി ഭവന് മുന്നിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പ്രതിഷേധം. രൂക്ഷമായ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് BJP നടക്കാവ് മണ്ഡലം കമ്മിറ്റി ജനകീയ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും സഹകരണ മേഖലയിലെ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.